ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായ തലവര എന്ന ചിത്രമാണ്. വിറ്റിലിങ്കോ അഥവാ വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു യുവാവ് സമൂഹത്തിന്റെ അവഗണനയും സ്വയം അപകർഷതാ ബോധത്തെയും അതിജീവിച്ച് അഭിനേതാവാകാനുള്ള തന്റെ സ്വപ്നത്തെ പിന്തുടരുന്നതാണ് ഇതിന്റെ ചുരുക്കം. ഇനി നേരെ നമുക്ക് ചിത്രത്തിലേക്ക് കടക്കാം. നായകനായിട്ടുള്ള ജ്യോതിഷ് വിറ്റിലിങ്കോ ബാധിച്ച ആളാണ്. അവൻ ഒരു മൊബൈൽ കടയിലാണ് ജോലി ചെയ്യുന്നത്. റിലീസ് ദിവസം തന്നെ തിയേറ്ററിൽ പോയി പടം കണ്ട് ഇറങ്ങുന്ന വഴി ജ്യോതിഷ് മൂവി റിവ്യൂ ചെയ്യുന്നവരുടെ ക്യാമറയിൽ ചെന്ന് പെടുകയും മൊബൈൽ കടയുടെ ഉടമ കൃത്യമായി ഫോണിൽ ഈ വീഡിയോ കാണുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും പടം റിലീസാകുന്ന ദിവസം തന്നെ ജ്യോതിഷ് ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ലീവ് എടുത്ത് പടം കാണാൻ പോകും. ഇത് കുറേ തവണ നടക്കാറുള്ളത് കൊണ്ടും ഇത്തവണ തെളിവോടെ പിടിച്ചതുകൊണ്ടും അവന്റെ മൊബൈൽ കടയിലെ ജോലി നഷ്ടപ്പെട്ടു. ജ്യോതിഷിന് മൊത്തം 5 ഉറ്റ സുഹൃത്തുക്കളാണ് ഉള്ളത്. ഹീറോയെ അവർ പാണ്ട എന്നാണ് വിളിക്കുന്നത്. ജ്യോതിഷ് കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ അമ്മ ആശ ആകെ ആകുലതപ്പെട്ട് ഫോൺ എടുക്കാത്തതിന് ദേഷ്യപ്പെട്ട് അവനെ അടിച്ചു. കാരണം അന്വേഷിച്ചാൽ ഡയറി മിൽക്ക് വാങ്ങാനെന്ന് പറഞ്ഞു പോയ മകൾ ജ്യോതി കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. അന്വേഷിച്ച് കടയിൽ പോയ അച്ഛനും അവിടെ മകൾ വന്നിട്ടില്ലെന്ന് മനസ്സിലായി. എന്നാൽ സിനിമാഭ്രാന്തനായ അച്ഛൻ അവിടെ വീരുമാടി പടം ടിവിയിൽ കണ്ട് അത് ആസ്വദിച്ച് അവിടെ തന്നെ നിന്നു. എല്ലാവരും ജ്യോതിയെ കാണാത്തതിൽ പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് അന്വേഷിക്കാൻ പോയ സുഹൃത്തുക്കളായ സുധീഷും മിന്നലും വന്ന് ജ്യോതി ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായ ഡമ്മിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നത്. ഇവരുടെയെല്ലാം ഇരട്ടപ്പേരുകളാണ് ചിത്രത്തിൽ പറയുന്നത്. അതെ, ഉറ്റ സുഹൃത്തായിട്ടുള്ള ഡമ്മി പെങ്ങളെ തന്നെ അടിച്ചുകൊണ്ടുപോയി കല്യാണം കഴിച്ചു. പിന്നെ പറയണ്ടല്ലോ, അടിയും വഴക്കും. ഇവരുടെ അച്ഛനാണെങ്കിൽ വന്നിട്ട് അവർക്കിഷ്ടാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ എന്നും പറഞ്ഞ് വഴക്കും ഒരു വിധത്തിൽ ഒതുക്കി. ജ്യോതിഷിന്റെ അമ്മ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ഹരിതകർമ്മയിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. അച്ഛന് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല. അമ്മയുടെ ശമ്പളത്തിൽ നിന്നാണ് പടം കാണാനുള്ള ടിക്കറ്റ് വരെ പുള്ളി വാങ്ങുന്നത്. അതെ, അച്ഛൻ ഭയങ്കര സിനിമാ പ്രാന്തനാണ്. പണ്ട് ജെമിനി ഷൂട്ട് ചെയ്തപ്പോൾ വളരെ ചെറിയൊരു വേഷം അയാൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ റിലീസ് സമയത്തും പുള്ളി അതേ ആവേശത്തിലാണ്. ജോലി നഷ്ടപ്പെട്ട ജ്യോതിഷും ഒരുപാട് അന്വേഷിച്ച് ഒടുവിൽ ഒരു സ്ഥലത്ത് ജോലി കിട്ടി, സൂപ്പർ മാർക്കറ്റിൽ. ഹീറോയുടെ അച്ഛന് മകളോടും മരുമകനോടും ദേഷ്യമില്ലെങ്കിലും അമ്മ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും കലിപ്പിലാണ്. ഹീറോ വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അപകർഷതാബോധം കൊണ്ട് ക്യാമറ ഫേസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുള്ളിക്ക് മടിയാണ്. കൂട്ടുകാരന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരന്മാരിൽ ഒരുവനായിട്ടുള്ള ശിവ ബൈക്കൽ സ്റ്റൈലിലെ ലുക്കിൽ വന്നിറങ്ങുന്നേ. ഇവരെല്ലാവരും പുള്ളിയെ കിളവനെന്നാട്ടോ കളിയാക്കി വിളിക്കുന്നേ, നരച്ച മുടിയായതുകൊണ്ട്. ഇപ്പോഴാണെങ്കിൽ മുടിയൊക്കെ ഡൈ ചെയ്താണ് പുള്ളി വരുന്നത്. രൂപമാറ്റത്തിന്റെ പിന്നിൽ അവന്റെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി. അത് വേറൊന്നും കൊണ്ടല്ല, അവന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ വിണ്ണയി താണ്ടി വരുവായിലെ കാർത്തികിന്റെ ചിത്രമായിരുന്നു. കാര്യം ഇവരെ അറിയിക്കാതെ പോകാനായിരുന്നു ഇവന്റെ പ്ലാൻ. എന്തായാലും പ്ലാൻ പൊളിഞ്ഞതുകൊണ്ട് എല്ലാരെയും കൂട്ടി വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലായി. വായ്നോട്ടമാണ് മെയിൻ. എന്നാൽ ജ്യോതിഷ് മാത്രം ഇതിൽ നിന്ന് ഒഴിവായി. വീട്ടിലേക്ക് എത്തിയപ്പോൾ സാധനങ്ങൾ ഇറക്കാനും ക്ലീൻ ചെയ്യാനും ഉള്ളതൊക്കെ ശിവ ഇടപെട്ട് ഇവരുടെ തന്നെ തലയിലായി. പുള്ളിയുടെ ഉദ്ദേശം വീട്ടുകാരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു, അതുവഴി പെൺകുട്ടിയെ. ഇവരെല്ലാം സഹിച്ച് ചെയ്തതൊക്കെയും പുതിയതായി വന്ന ആ പെൺകുട്ടിയായ സന്ധ്യയെ കാണാനായിരുന്നു. എന്നാൽ എല്ലാം കയറ്റി വെച്ചതിന് ശേഷമാണ് അവർ അറിയുന്നത് പെൺകുട്ടി പുറത്തു പോയിരിക്കുകയാണെന്ന്. സൂപ്പർ മാർക്കറ്റിൽ എത്തിയ ജ്യോതിഷും തന്റെ പണി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടെയുള്ള ചേച്ചിയും വളരെ കാഷ്വലായിട്ട് നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്ന അന്വേഷിച്ചപ്പോൾ കിളവന്റെ വീട്ടിൽ പുതിയ വാടകക്കാര് പെണ്ണു വന്നു, അതിന് വായി നോക്കാൻ പോയി എന്ന് പറഞ്ഞു. അതിനെ കാണാൻ ഒരു നാഗവല്ലിയെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് താൻ പോകാത്തത് എന്നും തട്ടിവിട്ടു. അപ്പോഴാണ് നമ്മുടെ നായിക എൻ്റർ ആയത്. പേര് സന്ധ്യ. അവളാണെങ്കിൽ ജ്യോതിഷ് അവളെ പറ്റി പറഞ്ഞതെല്ലാം കേട്ടു. സാധനങ്ങൾ എടുത്തു വെച്ച് പേയ്മെന്റ് ഓപ്ഷൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജ്യോതിഷും ക്യാഷും കാർഡും മാത്രമേ എടുക്കുള്ളൂ എന്നും പറഞ്ഞു. ഓൾറെഡി കലിപ്പിലുള്ള സന്ധ്യയും എന്നാൽ സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ തുനിഞ്ഞത് കണ്ട് ജ്യോതിഷും മറച്ചു വെച്ച UPI സ്കാൻ കോഡ് എടുത്തു വെച്ചു. ഇത് കണ്ട സന്ധ്യ കൂടുതൽ കലിപ്പായി. ഇറങ്ങാൻ നോക്കിയതും ഡോർ ഗ്ലാസിൽ തല കൊണ്ടുപോയി ഇടിച്ചു. സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫായിട്ടുള്ള ചേച്ചിയും അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, UPI ക്യാഷ് ഇട്ട അക്കൗണ്ടിൽ എങ്ങനെ കയറിയില്ലെങ്കിൽ ഉടമസ്ഥന്റെ ചീത്തയും കേൾക്കണമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് നായികയെ കൺവിൻസ് ചെയ്തു.
ഒപ്പം സാധനങ്ങൾ ഹോം ഡെലിവറിയായി എത്തിക്കാമെന്നും ക്യാഷ് അപ്പോൾ തന്നാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ സന്ധ്യയും കയറ്റി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നീ മുന്നേ പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞു. ജ്യോതിഷൻ സംശയിച്ചപ്പോൾ ഞാൻ തന്നെയാടാ നാഗവല്ലിയെന്നും. അപ്പോഴാണ് അവന് പറ്റിയ അമ്മളി അവന് മനസ്സിലായത്. അപ്പുറത്താണെങ്കിൽ കൂട്ടുകാർ പണിയെടുത്ത് ഒരു പരിവായി. വിശ്രമിക്കണ സമയത്താണ് ഓട്ടോയിൽ സന്ധ്യ വന്നിറങ്ങുന്നേ. എല്ലാരും വായും പൊളിച്ചവളെ നോക്കി നിൽക്കുകയാണ്. പക്ക വായിലോട്ടോ. ജ്യോതിഷിന്റെ അപ്പുറത്തെ വീട്ടിലെ പെൺകൊച്ച് UK പോവുകയാണെന്ന് അറിഞ്ഞ അമ്മ ആശയും അതുപോലെ എന്തെങ്കിലും നോക്കാൻ അവനോട് വന്നു പറഞ്ഞു. അവനാണെങ്കിൽ ഈ സ്കിന്നിന്റെ പ്രശ്നം കൊണ്ട് ഇവിടെ തന്നെ ജോലി കിട്ടുന്നില്ല, പിന്നെയല്ലേ പുറത്തെന്ന് പറഞ്ഞു വിട്ടാലും ആശ തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഗൾഫുകാരനായിട്ടുള്ള നിന്റെ അച്ഛനെ കെട്ടിയതെന്നും അങ്ങേരുടെ സിനിമാ പ്രാന്ത് കൊണ്ട് അത് നടക്കാതെ പോയെന്നും അതുകൊണ്ട് ഈ പട്ടിക്കൂട്ടിൽ കിടക്കാതെ ജോലിക്ക് പോയി വീട് വെക്കാനും അവന് ഉപദേശിച്ചു. അവനും പിറ്റേ ദിവസം എംബസി വഴി പോകാമെന്ന് കരുതി അല്ലെങ്കിൽ വേണ്ട പിന്നെ വരാമെന്ന് വെച്ച് പോകാനിരുന്നാൽ അവിടുത്തെ മെയിൻ ഓഫീസർ തന്നെ അവനെ പൊക്കി. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഓഫീസ് സ്റ്റാഫിന് മുന്നിൽ കൊണ്ടുപോയി എത്തി. അത് മറ്റാരുമായിരുന്നില്ല, സന്ധ്യയായിരുന്നു. അവൾക്കും അവൻ ഇതിനെപ്പറ്റി ഒരു പിടിയില്ല എന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അവൻ സന്ധ്യയാണെങ്കിൽ അക്ക എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ചെലവ് 20 ലക്ഷം എന്ന് കേട്ടതും ജ്യോതിഷ് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയാണ്. ഇവരെ വിളിച്ചുകൊണ്ട് വന്ന ഓഫീസറും ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടാട്ടോ ഇരിക്കുന്നത്. സന്ധ്യയും ആദ്യത്തെ ദിവസമായിട്ട് ഒരു ക്ലയന്റ് പോയാൽ പണിയാവൂലോ എന്ന് ഓർത്ത് അവളും മാക്സിമം പോകാതെ പിടിച്ചിരുത്താൻ നോക്കുകയാണ്. എന്നാൽ 9 ലക്ഷം രൂപ വെച്ച് പോകാനായിട്ട് 4-5 സെന്റ് സ്ഥലം ലോണിന് വെച്ചാൽ ഈസിയായി കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും നിലവിൽ വർക്കൗട്ട് ആവില്ലെന്ന് മനസ്സിലാക്കി ജ്യോതിഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അമ്മ ആശയ്ക്കാണെങ്കിൽ ഒളിച്ചോടി പോയ മകളോട് ക്ഷമിക്കാനും സാധിക്കുന്നില്ല. മകൾ കനലാട്ടം നടക്കുമ്പോൾ ഭർത്താവിന്റെ വീടിന് മുന്നിൽ നിന്ന് ക്ലിയർ ആയി കാണുമ്പോൾ ആശ താഴെ ആയതുകൊണ്ട് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. പരാതി പറച്ചിൽ കേട്ട് ജ്യോതിഷാണെങ്കിൽ JCBയുടെ കയ്യിൽ അമ്മയെയും കൂട്ടി നിന്ന് അവർക്കും കനലാട്ടം അവരെക്കാളും മുകളിൽ നിന്ന് കാട്ടിക്കൊടുത്തു. ജ്യോതിഷിനെ കൂട്ടുകാരാണെങ്കിലും സന്ധ്യ ഇംപ്രസ് ചെയ്യാനായിട്ടാണ് കനലിലൂടെ നടന്നതൊക്കെ. ശേഷം കിളവൻ ശിവയും പാട്ടയോട് സന്ധ്യയോടുള്ള അവന്റെ ഇഷ്ടം പറയാനായിട്ട് സഹായം ചോദിച്ചു. അവനും തഞ്ചത്തിൽ കൂട്ടുകാരന്റെ ഇഷ്ടം അവളെ അറിയിച്ചു. പ്രേമത്തിലെ മലരിനെ പോലെയാണ് അവൾ എന്നെല്ലാം പറഞ്ഞപ്പോൾ സന്ധ്യയ്ക്കും ചെറിയൊരു ഇഷ്ടം ജ്യോതിഷിനോട് തോന്നി തുടങ്ങി. പക്ഷെ അവൻ വിചാരിച്ചത് ആ ഇഷ്ടം കൂട്ടുകാരനോടാവും എന്നാണ്. പയ്യെ അവക്ക് ആ ഇഷ്ടം വളരാൻ തുടങ്ങി. സന്ധ്യയ്ക്ക് ടാർഗറ്റ് പ്രഷറൊക്കെ വന്നപ്പോൾ അത് തേക്കാൻ കൂട്ടുകാരെ വരെ പിടിച്ചുകൊണ്ട് കൊടുത്തത് ജ്യോതിഷായിരുന്നു. പതിയെ അക്കവിളിയും സന്ധ്യ നിർത്തിച്ചു. കൂട്ടുകാരനായിട്ടുള്ള കിളവശ്യാവും തിയേറ്ററിന്റെ അടുത്ത് വെച്ച് ഇവരെ ഒരുമിച്ച് കണ്ട് മദ്യപിച്ച് വന്നിട്ട് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് പാണ്ഡയും സന്ധ്യയും ഇഷ്ടത്തിലാണെന്നുള്ള രീതിയിൽ രാത്രിയിൽ സംസാരിച്ചു. ജ്യോതിഷം നിഷേധിച്ചാലും ശ്യാം ഉറപ്പിച്ചു പറഞ്ഞു അവരിഷ്ടത്തിലാണെന്ന്. ഇത് കേട്ട് ജ്യോതിഷം വല്ലാണ്ടായി. പിറ്റേ ദിവസം പാസ്പോർട്ടിനായി ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ ചെന്നാൽ അവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. അവിചാരിതമായി അതിലൊരാളുടെ റോൾ ഒഴിവ് വന്നതുകൊണ്ട് ജ്യോതിഷിന് അതിൽ അഭിനയിക്കാൻ പറ്റി. തുടക്കത്തിൽ അവന് ക്യാമറ ഒക്കെ പേടിച്ചെങ്കിലും കൂടെയുള്ളവരുടെ സപ്പോർട്ട് നന്നായി തന്നെ അവനെ പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതിലുള്ള പ്രവീണുമായുള്ള സംസാരത്തിൽ നിന്ന് 8ാം ക്ലാസ് വരെ സ്കൂൾ ഡ്രാമയിലൊക്കെ ഹീറോ വളരെ ആക്റ്റീവ് ആയിരുന്നെന്നും ശേഷം സ്കിന്നിന് പ്രശ്നം വന്നതുകൊണ്ടായിരുന്നു അത് വിട്ടതെന്നും മനസ്സിലാക്കാം. പ്രവീണും ഒരു ഓഡീഷൻ നാട്ടിൽ നടക്കുന്നുണ്ടെന്നും അത് അറ്റൻഡ് ചെയ്യാനും പറഞ്ഞ് ജ്യോതിഷിനെ പ്രോത്സാഹിപ്പിച്ചു. തുടക്കം തന്റെ രൂപത്തെ പറ്റി അപകർഷതാബോധം പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ നായകൻ അതിന് തയ്യാറായി. പിറ്റേ ദിവസം പ്രവീൺ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് പോകാനാണെന്ന് പറഞ്ഞ് അമ്മയെയും പറ്റിച്ച് സിനിമയുടെ ഓഡീഷൻ എത്തി. അവിടെ എത്തിയപ്പോഴാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപ ഫീസ് അടയ്ക്കണമെന്ന് അവൻ അറിയുന്നത്. അവനും തന്റെ കയ്യിൽ പണമായിട്ടുള്ള 430 രൂപയും ബാക്കി 68 രൂപ GPay ആയും ചെയ്യാമെന്ന് പറഞ്ഞു. 2 രൂപ അഡ്ജസ്റ്റ് ചെയ്യാനും. കൂടാതെ അയാളാണെങ്കിൽ അവനോട് ഇൻസേർട്ട് ചെയ്തത് പുറത്തേക്ക് ഇടാനും കൈ കെട്ടി വെക്കാനുമാണ് പറഞ്ഞത്. ഷൈൻ എന്നൊരാള്. അവനെ കൊച്ചാക്കലായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അവന്റെ ഷർട്ട് കുറച്ച് താഴെ കീറിയിരുന്നു. ഇത് കണ്ട് എല്ലാവരുടെയും മുന്നിൽ പരിഹാസത്തോടെ അയാൾ ചിരിക്കുകയും നിന്റെ 2 രൂപ ഞാൻ ഇട്ടേണ്ടെന്നും പറഞ്ഞ് അപമാനിച്ചു. എന്തായാലും ആ ഓഡീഷൻ അവൻ പാസ്സായി. ഗേറ്റ് പാസ് വാങ്ങിക്കുകയും ചെയ്തു. ദൈവമുണ്ട് എന്ന് പറയുന്ന പോലെ GPay റിവാർഡായിട്ട് അവന് 3 രൂപ കിട്ടിയത് കൊണ്ട് ആ 2 രൂപ തിരിച്ചയക്കുകയും ചെയ്തു. പിറ്റേന്ന് ഹോസ്പിറ്റലിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് അവിടുത്തെ ഓട്ടോക്കാരും ജ്യോതിയും ഗണേഷും തമ്മിൽ വഴക്ക് നടക്കുകയായിരുന്നു. ഗണേഷിന്റെ കൂട്ടുകാർ വിളിക്കുന്നതാണ് ഡമ്മി എന്ന്. ജ്യോതി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഗണേഷ് എത്തിയത്.
ഗണേഷിന്റെ ഉപജീവനം ഓട്ടോ ഓടിക്കലായിരുന്നു. എന്നാൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നും ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകളെ മാത്രമേ ഓട്ടോ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞും തർക്കമായി. ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. കറക്റ്റ് സമയത്താണ് ജ്യോതിഷ് വരുന്നത്. അവനും ഇതിൽ ഇടപെട്ടു. ആകെ അടിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ പോലീസും വന്നു. അപ്പോൾ ജ്യോതിയും താൻ പ്രഗ്നന്റ് ആണ്, ഹോസ്പിറ്റലിൽ വന്നതാണെന്ന് പറഞ്ഞതും ഒരു വിധത്തിൽ പ്രശ്നം സോൾവ് ആയി. ജ്യോതിഷും പോലീസ് പറഞ്ഞതനുസരിച്ച് ഓട്ടോയിൽ കയറി. വീട്ടിലെത്തിയ അമ്മയോട് ജ്യോതി പ്രഗ്നന്റ് ആണെന്ന് അറിയിച്ചു. പക്ഷെ അമ്മയ്ക്ക് അവരോടുള്ള ദേഷ്യം അറിയിട്ടില്ല. പിന്നീട് ജ്യോതിഷ് സന്ധ്യയുടെ വീട്ടിൽ സാധനങ്ങൾ കൊടുക്കാൻ ഹോം ഡെലിവറിക്ക് പോയാൽ അവൾ അവന്റെ മാറ്റത്തിനുള്ള കാരണം ചോദിച്ച് ദേഷ്യത്തിലാണ്. അവന് നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, കൂട്ടുകാരന്മാർ ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞുണ്ടാക്കിയാണെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കി. ഇതിനിടെ സന്ധ്യ ആകെ കലിപ്പിലായി. നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ശരിയാണ്, ഹീറോയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, ജിജി എന്നൊരു പെണ്ണിനോട്. അതും രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അവന്റെ ഈ അസുഖം പകരുമെന്ന് ഭയപ്പെട്ട് അവളും ലാസ്റ്റ് പിന്മാറി. ഇത് കേട്ട സന്ധ്യയും ഞാൻ അവളെപ്പോലെ വിട്ടുപോകില്ലെന്ന് ജ്യോതിഷിനോട് പറഞ്ഞു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് സന്ധ്യയ്ക്ക് അവനോട് പ്രണയമായിരുന്നെന്ന്. ഷൂട്ടിന്റെ കാര്യം അവൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ചെറുപ്പത്തിൽ ജെമിനി ഫിലിം ഷൂട്ടിൽ അവനും ഉണ്ടായിരുന്നു. എല്ലാവരോടും വലിയ കാര്യമായി പറഞ്ഞു നടന്ന് ലാസ്റ്റ് അതിലെ ഇവന്റെ സീൻ ഉണ്ടായിരുന്നില്ലേ, അത് കട്ട് ചെയ്തിരുന്നു. ആ പേടിയുള്ളതുകൊണ്ടാണ് ആരെയും അറിയിക്കാത്തതെന്ന് ഒടുവിൽ സന്ധ്യയോട് പറയേണ്ടി വന്നു. അവളും അവനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇറക്കി വിട്ടു. എന്നാൽ നിറയെ ആളുകളെയും ക്യാമറയും കണ്ട് ഭയപ്പെട്ട് അവൻ തിരിച്ചു പോകാൻ നോക്കിയാണ്. അവളും നിന്റെ കഴിവ് കണ്ടാണ് അവർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു വെച്ചിട്ടു. നേരത്തെ ഓഡീഷനിൽ വെച്ച് കണ്ട നിഹാലും അവിടെ ഉണ്ടായിരുന്നു. വലിയ കാര്യത്തിന് അഭിനയിക്കാൻ പോയാൽ ഒരു കൂട്ടത്തിൽ ഒരാളായി അഭിനയിക്കാനാണ് അവനെ വിളിച്ചത്. പൈസയും വാങ്ങി പറ്റിച്ചത് ചോദിക്കാൻ പോയാലോ, ഷൈനും എല്ലാവരെയും മുമ്പിൽ വെച്ച് കൊണ്ടുപോയി നിർത്തിയിട്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അവനോട് ആ ഡയലോഗ് മുകളിൽ കയറി പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നിൽ നിർത്തി. എന്നാൽ ക്യാമറാമാനും ഇവനെ മുന്നിൽ നിർത്തിയതിന് ചീത്ത പറയുകയും വൃത്തിക്ക് ഫ്രെയിം വെക്കാൻ പറ്റില്ലെന്നും അവനെ തള്ളി പുറകിലേക്കാക്കാനും ഭംഗിയുള്ളതിനും മുൻതൂക്കം കൊടുക്കുന്നത് പോലെ ഒരുത്തനെ കൊണ്ടുപോയി മുന്നിൽ നിർത്തുകയും ചെയ്തു. ജ്യോതിഷാണെങ്കിൽ അപമാനഭാരം കൊണ്ടും സങ്കടം കൊണ്ടും വിങ്ങിപ്പൊട്ടി നിഹാലിനെ നോക്കുന്ന ഒരു സീനുണ്ട്. ജ്യോതിഷിന്റെ അച്ഛൻ ഇവൻ അഭിനയിച്ച ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യം മനസ്സിലാക്കി സന്തോഷിച്ചാൽ അമ്മ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അച്ഛൻ അവനോട് ക്യാഷ് കൊടുത്താൽ അഭിനയിപ്പിക്കാം എന്ന് പറയുന്നതിലൊന്നും ചാടരുതെന്ന് പറഞ്ഞ് ഉപദേശിച്ചു. ഷോർട്ട് ഫിലിമിലെ പ്രവീണാണെങ്കിൽ ജ്യോതിഷിനെ തപ്പി ഇറങ്ങി. അവനെ പറ്റി അന്വേഷിക്കുന്നത് അവന്റെ സുഹൃത്തുക്കളോട് തന്നെയാണെങ്കിലും ഇവർക്ക് അത് ഇവനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവരെ പരസ്പരം ഇരട്ടപ്പേര് വിളിച്ചാണല്ലോ വിളിക്കല്. അപ്പോഴേക്കും ജ്യോതിഷ് അവിടെ എത്തി. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആ കൈപ്പേറിയ അനുഭവത്തോടെ തന്നെ സിനിമാമോഹം നായകൻ മനസ്സിലൊതുക്കിയിരുന്നു. എന്നാൽ പ്രവീൺ അവനെ വീണ്ടും കഴിവിനാണ് പ്രസക്തി എന്ന് പറഞ്ഞാണ് പോയത്. പിന്നീട് കൂട്ടുകാരുടെ അടുത്തെത്തിയപ്പോൾ അവരും ഇവനെ കളിയാക്കിയാണ്. ഇവനെപ്പോലെ ഒരുത്തനായിട്ടും ഷോർട്ട് ഫിലിം, ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ട്, നോർമലായുള്ള ആർക്കും ഒന്നും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ്. അത് അവന് വല്ലാണ്ട് വേദനിപ്പിച്ചു. തുടരെയുള്ള കൂട്ടുകാരെ പാണ്ട എന്നുള്ള വിളിയും കൂടി കേട്ടതോടെ ലാസ്റ്റ് ദേഷ്യം വന്ന് പരസ്പരം അടിയായി. കൂട്ടത്തിൽ മിന്നൽ എന്നവൻ വന്നിട്ട് പറഞ്ഞു, നമ്മൾ കൂട്ടുകാരല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ വിളിച്ചതിന് അവരെ തല്ലിയതെന്ന്. നിങ്ങൾ എന്നെ മിന്നൽ എന്ന് വിളിക്കുന്നതിന് ഞാനൊന്നും പറയാറില്ലല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ അവൻ തിരുത്തി കൊടുക്കുന്നുണ്ട്, നീ മിന്നൽ സ്പീഡിൽ ഓടുന്ന ആ കഴിവിൻ്റെതാണ് ആ പേര്, എൻ്റേത് അതുപോലെയല്ല എന്നും. സന്ധ്യയോട് ഈ വിഷയം പറഞ്ഞാൽ നീ മുകളിലേക്ക് എത്ത്, അപ്പൊ താഴെയുള്ളതൊന്നും നിന്റെ ചെവിയിലേക്ക് എത്തില്ലെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്തു. അവളുടെ ഈ സാന്ത്വനം അവനെ കുറച്ചൊക്കെ ജീവിതം പോസിറ്റീവായി കാണാൻ സഹായിച്ചു. അവളുടെ കൂട്ടുകാർ പോലും അവൾ നേരപോക്കിനാണ് അവനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാണ് അവളോട് കളിയായി ചോദിക്കുന്നതെങ്കിലും അവനോടുള്ള സ്നേഹം വിട്ടുകളയാൻ അവൾ തയ്യാറല്ല. അവർ കൂടുതൽ അടുത്തു. പർച്ചേസിങ്ങിനിടയിൽ ജ്യോതിഷിന്റെ മൊബൈൽ സന്ധ്യയുടെ കയ്യിലായിപ്പോയി. വാങ്ങിക്കാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൾ ഉമ്മ കൊടുത്തു. ഈ സമയത്താണ് അവളുടെ അച്ഛനും കസിനായിട്ടുള്ള ശക്തിയും വന്നിറങ്ങുന്നത്. ജ്യോതിഷ് അവളെ ചുറ്റിത്തിരിയുന്നത് കണ്ട ശക്തിയും ചോദ്യം ചെയ്തു. അവന്റെ മുഖം ശരിയല്ലെന്നും കണ്ടാൽ കള്ളനെ പോലെ ഉണ്ടെന്നും പറഞ്ഞവനെ അപമാനിച്ചു. സന്ധ്യ നോക്കി നിൽക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും അവൾ പ്രതികരിക്കാതിരുന്നത് കൊണ്ട് അത് അവനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ക്ഷമ പറയാൻ വന്ന അവളെ മൈൻഡ് ചെയ്തില്ല. കൂടാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. അവളും
ഫോട്ടോയിൽ ഫിൽറ്റർ മാത്രം മാറ്റിയാൽ പോരാ, ഉള്ളിലും കൂടെ ആ അപകർഷതാബോധം മാറ്റണമെന്ന് പറഞ്ഞുപോയി. കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടാക്കിയ ശക്തിയും ഫ്രണ്ട്സും വന്ന് ജ്യോതിഷിനെ കൂട്ടുകാർ കളിക്കുന്നിടത്ത് വെച്ച് ഇടിച്ചു. ഇവർ ഇഷ്ടത്തിലാന്നുള്ള ഒരു സൂചന പുള്ളിക്ക് കിട്ടിയിരുന്നു. അവന് സന്ധ്യയുടെ മേലെ ഒരു നോട്ടവും ഉണ്ടായിരുന്നു. എന്നാൽ ജ്യോതിഷിന്റെ കൂട്ടുകാരും കൂട്ടുകാരനെ അടിച്ചവനിട്ട് നല്ല പണി കൊടുത്തു. കുടിക്കാൻ വെള്ളവും കൊണ്ടുവന്നിട്ട് ഗണേശും വന്നു. അങ്ങനെ മൊത്തത്തിൽ അവർക്കിടയിലെ പ്രശ്നം അവസാനിച്ചു. എന്നാൽ സന്ധ്യയും ജ്യോതിഷും സംസാരിക്കാതെയായി. എന്നാൽ അവൻ ഓഡീഷനുകൾ ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ കഷ്ടപ്പാടെല്ലാം കണ്ട് ജ്യോതിഷും പാസ്പോർട്ട് ശരിയാക്കി പുറത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതിന് പുറപ്പെടുമ്പോഴായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഒരു ഓഡീഷൻ കോൾ വന്നത്. എന്ത് ചെയ്യണമെന്ന് സംശയിച്ചു നിന്ന് ഒടുവിൽ തൃശ്ശൂർക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഇത് ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമാകുമെന്ന് അവൻ കരുതി. അവിടെ എത്തിയ ഡയറക്ടർ വിമൽ, നവനീത് എന്നിവരെല്ലാം വളരെ ബഹുമാനത്തോടെയായിരുന്നു അവരോട് പെരുമാറിയത്. ആ ചിത്രത്തിലെ നായകൻ ഷിബു എന്തൊക്കെയോ അടിച്ചു കയറ്റിയാണ് അങ്ങോട്ടേക്ക് വന്നത്. പുള്ളി നല്ല ബോധത്തിലൊന്നുമല്ല. അപ്പോഴാണ് പ്രൊഡ്യൂസർ ജ്യോതിഷിനെ കാണുന്നത്. അയാൾ ഇവനെ എങ്ങനെയും ഒഴിവാക്കാനായിട്ട് പരിഹസിക്കുന്ന രീതിയിൽ ചിരിക്കാനും കരയാനും ഒക്കെ പറയാണ്. പെയിന്റ് പോയവൻ എന്നെല്ലാം പറഞ്ഞ് അപമാനിച്ചു. ഇതവനെ വല്ലാതെ വേദനിപ്പിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പ്രശ്നങ്ങളെല്ലാം മറന്ന് ആശ മകനെയും മരുമകനെയും വീട്ടിലോട്ട് ക്ഷണിച്ചുണ്ടായിരുന്നു. എന്നാൽ ജ്യോതിഷ് ഓഡീഷന് പോയ വിവരം അറിയുന്നത് കേട്ട് അമ്മയും അവനുമായി പ്രശ്നമാകുകയാണ്. പാസ്പോർട്ടിനെന്ന് പറഞ്ഞ് അമ്മ കൊടുത്ത 2000 രൂപ തിരിച്ചു തരാൻ പറഞ്ഞ് ആകെ പ്രശ്നം. ലാസ്റ്റ് സഹിയിട്ട് അവനും തിരിച്ച് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, ഉള്ള വീട്ടിൽ സമാധാനം ഇല്ലാതെ വേറെ വീട് വെക്കാൻ പറഞ്ഞ് സമാധാനം നശിപ്പിച്ചുകൊണ്ട് പറച്ചിലും. അതെല്ലാം കേട്ടിട്ട് അച്ഛൻ അവനെ അടിച്ചു. കൂട്ടത്തിൽ അമ്മയും നിന്റെ മുഖം കണ്ട് നിന്നെ ഏത് സിനിമയിലാണ് എടുക്കുക എന്നെല്ലാം പറഞ്ഞതും അവൻ മൊത്തത്തിൽ തകർന്നുപോയി. വീട്ടിൽ നിന്ന് ഇറങ്ങി. അവനും വിഷമത്തോടെ തന്റെ കയ്യിലെ പാണ്ട് പറിച്ചു മാറ്റാൻ മാന്തി പൊളിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് ചോര പൊടിഞ്ഞു വരുന്നത് കണ്ട് നിസ്സഹായനായി നോക്കി. പിറ്റേ ദിവസം കൂട്ടുകാരൻ ശ്യാമും ജ്യോതിഷിനെ തിരക്കി സന്ധ്യയെ കോൾ ചെയ്തു. അവളുടെ പുതിയ വീട്ടിൽ ഹൗസ് വാമിംഗ് പരിപാടിക്കുള്ള ഒരുക്കത്തിലായിരുന്നു ഈ കോൾ വന്നത്. ഇത് കേട്ട അവളും അവനെ തേടി പലയിടത്തും തിരിഞ്ഞെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ പണ്ടുപോയ ഉയരത്തിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് അവനെ കണ്ടെത്തി സങ്കടത്തിലും ദേഷ്യത്തിലും ചീത്ത പറഞ്ഞെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരു ശായലിനും ആശ്വാസത്തിനുമായി ഒരു തോൾ അവൻ ആഗ്രഹിച്ചിരുന്നു. അവളും തിരിച്ച് അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അന്ന് വൈകുന്നേരം അവൾ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് അവനും അവളുടെ വീട്ടിൽ സംസാരിക്കാനായിട്ട് എത്തി. കസിനായിട്ടുള്ള ശക്തിയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നെങ്കിലും ജ്യോതിഷിന്റെ ഫ്രണ്ട്സിനെ കണ്ടു പേടിച്ച് കുടുംബത്തെയും വിളിച്ചിറങ്ങിപ്പോയി. ഹീറോയിന്റെ അച്ഛനാണേ വിനോദയാത്രയിലെ മീര ജാസ്മിന്റെ ഡയലോഗ് പോലെ ജീവിക്കാൻ അറിയില്ല, 1 കിലോ അരിക്ക് എന്താ വിലയെന്നറിയോ, പഞ്ചസാരയ്ക്ക് എന്താ അറിയാമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലോ ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടിയും കൊടുക്കുന്നുണ്ട്. കാരണം അവൻ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് ആണല്ലോ. അവൻ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും ആക്ടർ ആവാനാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഗണേശനോട് പറഞ്ഞാൽ നീ ധൈര്യമായി കെട്ടിക്കോടാ, ഒരു നാൾ എതിർത്തവരൊക്കെ നിന്റെ പിറകിലും വന്നിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഈഗോ അടിച്ച് നടന്നുപോയി പിറകെ വന്ന ഗണേശാണെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചു. ശേഷം ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോഴാണ് ജ്യോതിഷ് ഒടുവിൽ ഗണേശിന്റെ ഓട്ടോ എടുത്ത് ഓടിക്കാമേ പോകാമെന്ന് അവൻ തീരുമാനിച്ചത്. അങ്ങനെ ലൈഫ് ഒരുവിധം നന്നായി കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് അവിചാരിതമായിട്ട് വിമൽ സാറിനെ അവൻ കാണുന്നത്. പ്രൊഡക്ടറും ആക്ടറും അടിയായതുകൊണ്ട് അന്ന് ഓഡീഷൻ നടത്തിയ പടം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അയാളും ഇതിലേക്ക് പുതിയ ആളുകളെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഓഡീഷൻ ഒന്നുകൂടി വരാൻ പ്രോത്സാഹിപ്പിച്ചു. ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് ചേച്ചി പറയുന്നത്, പണ്ട് ജ്യോതിഷ് അഫെയറിലായിരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ പെണ്ണ് തേച്ചിട്ട് പോയതിന് ശേഷം എലിവിഷൻ ഇവൻ കഴിച്ചു കിടക്കുമ്പോൾ മുതലാണ് ഗണേശുമായി ഇഷ്ടത്തിലായതെന്ന്. ജ്യോതിഷിനോട് ഇതേപ്പറ്റി പറയരുതെന്ന് പറഞ്ഞത് അവളാണെന്നും പറഞ്ഞു. ഇത് എൻ്റെ തീരുമാനമല്ലേ, അതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ ചേച്ചിയുടെ ഡയലോഗിൽ അവനും തന്റെ അപകർഷതാബോധത്തെ മറികടന്ന് ഓഡീഷന് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഷൈൻ എന്ന നേരത്തെ ഉണ്ടായിരുന്ന ആ പുള്ളിയും വെറുതെ ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയാണ്. അഭിനയിക്കാൻ അവനെ സമ്മതിപ്പിച്ചില്ല. ഇത് ലാസ്റ്റ് വലിയ രീതിയിൽ പ്രശ്നമാകുകയും അടിയും പിടിയുമായി എല്ലാവരും ഹോസ്പിറ്റലിലായി. കാല് ഫ്രാക്ചർ ആയിട്ട് പോലും നായകന് തന്റെ അഭിനയമോഹം വിട്ടുകളയാൻ തോന്നിയില്ല. പരിക്കുകൾ പ്രശ്നമില്ല, ഇവിടെ വെച്ച് എനിക്ക് ഓഡീഷൻ നടത്താമോ എന്ന് അവരോട് ചോദിച്ചു. അവിടെ വെച്ച് ഒരു സീനും അവന് വിവരിച്ചു കൊടുത്തു. മരിച്ചുപോയ അച്ഛൻ്റെ ബുള്ളറ്റ് അമ്മ വിറ്റു. ആ ബൈക്കിലെ താക്കോല് തിരിച്ചു വാങ്ങിയെടുക്കണം എന്നതായിരുന്നു ടാസ്ക്.
അവൻ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു. കൗശലവും യാചനയും സങ്കടവും ദേഷ്യവും എല്ലാം. അവന്റെ അഭിനയം കണ്ടിട്ട് എല്ലാവരും ഇംപ്രസ് ആകുകയും അവനെ അംഗീകരിക്കുകയും ചെയ്തു. ഫൈനൽ റൗണ്ടിൽ കാണണമെന്ന് പറഞ്ഞ് അവനെ സെലക്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. സന്ധ്യയുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാനും ജ്യോതിഷിനെ കൊണ്ട് പറ്റി. കിട്ടാക്കനെന്ന് വിചാരിച്ച അഭിനയ ലോകത്തിൽ അവൻ തന്നെ മുദ്ര പതിപ്പിച്ചു. അവന്റെ പടം തിയേറ്ററിൽ എല്ലാവരും ഏറ്റെടുത്തു. നല്ലൊരു എൻഡിങ്ങിലാണ് അങ്ങനെ ചിത്രം അവസാനിക്കുന്നത്. കഥയുടെ സന്ദേശം തന്നെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും നേരിട്ട് സ്വന്തം അപകർഷതാ ബോധത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ധൈര്യം കാണിച്ച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.